അപ്പം, പുട്ട്, ദോശ, ഇഡ്ഡലി, മുട്ട, മീൻ, മട്ടൻ, ബീഫ്, ചിക്കൻ, ചോർ, മന്തി, ബിരിയാണി. ഇനി ഈണത്തിൽ പാടി കൺഫ്യൂഷൻ ആകേണ്ട. എജോണി ഡിജിറ്റൽ മെനു അങ്ങ് കൊടുക്കുക. നീണ്ട വിഭവങ്ങൾ, ഡേ സ്പെഷ്യൽ, ഇൻഗ്രീഡിയൻസ്, പ്രൈസ്, ഫോട്ടോസ് എന്നുവേണ്ട സർവ്വതും കസ്റ്റമേഴ്സിന്റെ ഫോണിൽ ഒറ്റ സ്കാനിലൂടെ. കൂടാതെ ഫുഡ് കൗണ്ടും ടോട്ടൽ ബിൽ എമൗണ്ടും കൃത്യമായി കണ്ട് കസ്റ്റമേഴ്സിന് ഓർഡർ ചെയ്യാം. ഇനി കണക്കെടുത്ത് കൺഫ്യൂഷൻ ആവണ്ട, സമയം കളയണ്ട. അജോണി ഡിജിറ്റൽ മെനു കാർഡ്, where flavors meet innovation. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നലെയും ഇന്നുമായി വന്നിട്ടുള്ള ഏതാനും ചില വേക്കൻസികൾ. ചായയും സ്നാക്സും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെയും നാടൻ കുക്ക് അറിയാവുന്ന ഒരു ലേഡി സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 6238737204 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം. വേറെ 2 വേക്കൻസി വന്നിട്ടുള്ളത് തിരുവല്ല കഫേയിലേക്ക് 2 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ബിരിയാണി, നാടൻ കറികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ജ്യൂസ്, പലഹാരങ്ങൾ, ചായ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെയും ആവശ്യമുണ്ട്. ലേഡി സ്റ്റാഫിനാണ് പരിഗണന കൊടുക്കുന്നത്. 25,000 രൂപ മുതൽ 30,000 രൂപ വരെ സാലറി ഉണ്ട്. താമസം, ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 40 22 30 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അർജന്റ് വേക്കൻസിയാണ്. വേറെ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് കാക്കനാടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ബേക്കറി, സെയിൽസ് സ്റ്റാഫ്, പിന്നെ കൗണ്ടർ സ്റ്റാഫ്, പിന്നെ അതേപോലെ തന്നെ ജ്യൂസ് മേക്കർ, ടീ മേക്കർ, റിസപ്ഷനിക്ക്, സർവീസിലേക്ക് ഡ്രൈവർ, പിന്നെ കിച്ചൺ ഹെൽപ്പർ എന്നിവ ഉള്ള ആൾക്കാരൊക്കെയാണ് ആവശ്യമുള്ളത്. അതേപോലെ തന്നെ സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. 2 നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് കൊച്ചി പാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വേക്കൻസികൾ വെയിറ്റർ, പൊറാട്ട, ദോശ മേക്കർ, കൊമ്മി, സൗത്ത് ഇന്ത്യൻ ഓൾറൗണ്ട് ഷെഫ്, സർവീസിലേക്ക് എന്നീ വേക്കൻസികളൊക്കെ ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അവരെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോൺ നമ്പർ 90 74 33 81 00 എന്ന നമ്പറിലേക്ക് നിങ്ങളെ CV, ബയോഡാറ്റ അയച്ചു കൊടുക്കുക. മന്ത്ലി 4 ദിവസം ലീവ് ഒക്കെ ഉണ്ട്. പെയ്ഡ് ഓഫ് ആണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെടുക. പിന്നെ വേറെ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങലാണ്. അപ്പോൾ കാഷ്യർ, ക്ലീനിങ് ബോയ്, വെയിറ്റർ, ചൈനീസ് എന്നീ വേക്കൻസികളാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 99 61 55 32 17 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അർജന്റ് വേക്കൻസിയാണ്. പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ്. പിന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ഷെഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. കാക്കനാടുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 89 21 86 55 52 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അർജന്റ് വേക്കൻസിയാണ്. പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ്. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് 2 വേക്കൻസികളാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്ലീനിങ് സ്റ്റാഫ്, വെയിറ്റർ. സപ്ലൈക്ക് നിൽക്കുവാനും ക്ലീനിങ്ങിനും ആളുകളെ ആവശ്യമുണ്ട്. കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന സ്ഥലത്താണ് ഹോട്ടൽ വരുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് 98 95 01 16 17 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അർജന്റ് വേക്കൻസിയാണ്. പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ്. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് കാലിക്കറ്റ് വയനാട് ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറന്റ് മാനേജർ, ഷിഫ്റ്റ് മാനേജർ എന്നീ വേക്കൻസികളാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാലറി 18,000 to 30,000 രൂപ വരെ സാലറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് 79 07 94 96 04 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അർജന്റായി വേക്കൻസികളാണ്. എന്തായാലും ഒഴിവുള്ള വേക്കൻസികളാണ് ഇതൊക്കെ. നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ്. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ബർഗർ, സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെയും പിന്നെ അതേപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫിനെയും വേക്കൻസിയാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂര്.
അപ്പൊ ഈ വേക്കൻസി 2 ദിവസം മുന്നേ അയച്ച വേക്കൻസി ആയിരുന്നു. ആള് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ബർഗർ, ജ്യൂസ്, സാൻഡ്വിച്ച് ഒക്കെ ചെയ്യാൻ പറ്റിയ ആളാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആൾക്ക് വർക്ക് അറിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ജോലിക്കൊക്കെ അന്വേഷിച്ച് കയറുന്നവരുണ്ടെങ്കിൽ വർക്ക് അറിയുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് ഒരുപാട് വേറെ നല്ല ആൾക്കാരൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഇടക്ക് ജോലി അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോലി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറിയ ആൾക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാ വർക്കുകളും അത്യാവശ്യം അറിയുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചത്.